ഹലോ, ഇതേ കഴിഞ്ഞ ദിവസം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ വീട്ടിൽ വിരുന്നാരുണ്ടാവുമെന്ന് വെച്ച് അരി അടുപ്പത്തിട്ടതാണ്. അപ്പോൾ പിന്നെ ചോറ് ബാലൻസായി. പിന്നെ അത്രയും ചോറെടുത്ത് വെറുതെ കളയാൻ മനസ്സനുവദിച്ചില്ല. ഞാനത് തലേദിവസം തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ വെള്ളമൊക്കെ നന്നായി ഊറ്റി 2 പ്രാവശ്യം കൂടി ആ വെള്ളം ഒന്ന് കഴുകി കളഞ്ഞ് ചോറ് വേറൊരു കലത്തിലേക്ക് പകർത്തിയെടുക്കുകയാണ്. അങ്ങനെ പകർത്തിയിട്ടാണ് കേട്ടോ ഞാനത് തിളപ്പിക്കാൻ വയ്ക്കാറ്. അടപ്പത്ത് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറും ഉണ്ടാവാനാണല്ലോ. അപ്പോൾ നന്നായി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഫ്രഷായിട്ടിരിക്കുമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഒത്തിരി ചോറ് വന്ന കാരണം കൊണ്ട് ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരേ ആഹാരം കഴിക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരം എന്ന് പറഞ്ഞാൽ അരി ആഹാരത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ചോറ് ഒരു നേരേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാനത് അടപ്പത്ത് അങ്ങോട്ട് വെച്ചു. ചോറ് അങ്ങനെ വെറുതെ കളയുന്ന എത്രയോ ആളുകളാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ചിലപ്പോൾ തെരുവിലൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. അത് ഓർക്കുമ്പോൾ ഞാൻ എത്ര ചോറ് ബാലൻസ് വന്നാലും അത് കളയാതെ മാക്സിമം അത് കഴിച്ച് തീർക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ വിരുന്നുകാരുണ്ടെന്ന് ഓർത്താണ് ഇത്രയും അരി അടുപ്പത്തിട്ടത്. അല്ലെങ്കിൽ അങ്ങനെ വരാറില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിനേ ഇടാറുള്ളൂ. പിന്നെ കുറച്ച് കാടമുട്ട ഹരിയേട്ടന് പുഴുങ്ങി കൊടുക്കാനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ വെള്ളരിക്ക എടുത്തു വെച്ചിട്ടുണ്ട്. അത് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതേ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് അച്ചിങ്ങ തോരനും ചമ്മന്തിയും വെള്ളരിക്ക മാങ്ങ കറി വെച്ചതുമാണ് കേട്ടോ. ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം കൂടിയ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ ഇന്ന് ഈവനിങ് ആണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.